നാളെ കൂട്ടിയിട്ട് വന്ന് നമ്മുടെ പിള്ളേരെ തല്ലിക്കുന്നോടാ. ആ പെണ്ണെ ടോർച്ചർ ചെയ്യാന്നും പറഞ്ഞ് ഒരുപാട് കരഞ്ഞു ചേട്ടാ. ചേട്ടൻ തന്നെ ഇവനൊന്ന് സഹായിക്കണം. എന്താ പെണ്ണോ? ഏതാടാ അവള്? ഒരു പെണ്ണിൻവോൾഡായ മാറ്ററാന്ന് ഇതുവരെ ഇവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. എന്തായാലും ഔട്ട്സൈഡേഴ്സിന് കോളേജിനകത്ത് കയറാൻ പാടില്ല, കേട്ടല്ലോ? ആ പെണ്ണിനെ സിൻസിയറായിട്ട് സ്നേഹിക്കുന്നുണ്ടാ. എടാ, ആണുങ്ങൾ സിൻസിയറായിട്ട് പ്രേമിച്ചാലേ പെണ്ണുങ്ങൾ സീരിയസ് ആയിട്ട് റിജക്ട് ചെയ്ത് കളയും. അതുകൊണ്ടാണ് ഞാനിതൊരു ഒരുത്തി അറ്റൻഡ് ചെയ്യാത്തത്. ചെല്, പോവാൻ നോക്കടാ. മേ കമിൻ സർ? യെസ് കമിൻ. ആ, ശിവ എന്താ ലേറ്റേ? ബൈക്ക് പഞ്ചറായി സർ. പകുതി ക്ലാസ് കഴിഞ്ഞു. ഇങ്ങനെ കറങ്ങിയിട്ട് വന്ന എങ്ങനെയാ? ശരി, അവിടെ പോയിരിക്കും. ആ മൊബൈൽ ആപ്പ് ഏതാന്ന് പറഞ്ഞാൽ നമുക്കൊണ്ടൊന്ന് കാണാറുന്നല്ലേ. നീയൊക്കെ മൊബൈലിൽ ഏതൊക്കെ ആപ്പാ യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. മര്യാദയ്ക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ നോക്ക്. ഹായ്ടാ. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോ. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ പുതിയൊരു പെൺകുട്ടി ജോയിൻ ചെയ്യാൻ പോവാണ്, കേട്ടോ? കാണാൻ പെണ്ണിനെ പോലെ തന്നെ ഉണ്ടാവും. അതാ സാർ ചോദിച്ചത്, പെണ്ണ് എങ്ങനെയുണ്ടാവും അത് പറ. ഡേയ്, നീ എന്തുദ്ദേശത്തിലാ ചോദിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, നല്ല വലുതാ. ബാക്കിയെല്ലാം നിന്റെ ഇഷ്ടം. നിങ്ങളെല്ലാരും ഒന്ന് ശ്രദ്ധിച്ചിരുന്നാ നിങ്ങൾക്ക് കൊള്ളാം. അളിയ ബാക്ക്ഗ്രൗണ്ട് വലുതാണെന്ന്. ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ അതല്ലടാ, അവളുടെ അപ്പന്റെ ബാക്ക്ഗ്രൗണ്ട് വലുതാന്ന്. ഓ, അതാണോ? കൃഷ്ണകുമാർ എന്നുള്ള പേരിൽ നമ്മുടെ ക്ലാസ്സിൽ ആരും ഇല്ലല്ലോടാ, പിന്നെന്തിനാ? അയ്യോ എന്റെ ബുക്ക്. ഹലോ, ബികോം ഫൈനൽ ഇയർ ക്ലാസ് എവിടെയാ? ഏയ്, എവിടെയാ? ഓക്കെ, താങ്ക്സ്. എക്സ്ക്യൂസ് മീ സർ. കമിൻ. സ്റ്റുഡൻസ്, ഈ പെൺകുട്ടിയുടെ പേര് സന്ധ്യ. ചെന്നിരിക്കും മോളെ. താങ്ക്സ്. ലെറ്റ്സ് കണ്ടിന്യൂ ദ ക്ലാസ്. Okay, students, we will continue the class tomorrow. Okay, bye. ഹലോ ഹായ്. ഹലോ. ഞാൻ രാജശേഖരൻ. ഹായ്. എനിക്ക് ഹലോ. എനിക്ക് എനിക്ക് ആരാവൻ? അവന്റെ പേര് ശിവ. പെണ്ണുങ്ങളെന്ന് പറഞ്ഞ അവന് ഇഷ്ടമല്ല. ഓ, അവന്റെ പുറകെ എല്ലാ പെമ്പിള്ളേരും നടന്നതാ, അതറിയൂ? ശാരിക 3 വർഷമായിട്ട് അവനെ പ്രേമിക്കുക. വേണമെങ്കിൽ നോക്ക്, അവളിപ്പോ വരും. You were my sexy baby, you were my lovely, you were my hearty baby, you were my crazy, you were my sexy baby. അവളായത് മാത്രമൊന്നുമില്ലടാ. ഹായ്, ഗുഡ് മോർണിംഗ്. You were my hearty, നിന്നോടാ. ഇങ്ങോട്ട് നോക്ക്. my crazy. നോക്കി നോക്കി ഈ കോളേജിലെ ഫൈനൽ ഇയർ ആയി. ഹലോ. ഏയ്, എവിടേക്കാണ് പോയത്? ആ, വേഗം വാ. ഹായ്, ഐ എം സന്ധ്യ. ഇത് ക്ലാസ്സിൽ വെച്ചൊന്നും പറഞ്ഞതല്ലേ? ഹലോ, എന്നോട് താങ്ക്സ് പറഞ്ഞില്ലല്ലോ. താങ്ക്സോ? എന്തിനാ? ഹാ, നീ പരീക്ഷയിൽ ജയിച്ചതേ ഞാൻ തന്ന ഭിക്ഷയാ. അതിന് ഞാൻ പഠിക്കുന്നതിനുള്ള ഫീസ് കിട്ടുന്നത് നിന്റെ അച്ഛനല്ലല്ലോ. നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കി. എന്നെ നന്നായി ഒന്ന് നോക്കി. കണ്ടിട്ടൊരു പെണ്ണിനെ പോലെ ഉണ്ടല്ലോ. എന്നെ ഇങ്ങനെ നോക്കാനല്ല പറഞ്ഞേ, ആലോചിച്ച് നോക്കാൻ. ഉം. ഹലോ സീനിയർ സിറ്റിസൺ,
ആ പറഞ്ഞത് എവിടെയോ കേട്ട പോലെ ഉണ്ടല്ലോ. ശിവ ആ ബിറ്റെല്ലാം വെച്ചിട്ടുണ്ടാടാ? ഒന്നുമില്ല സാർ, കഷ്ടപ്പെട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു വെച്ചതാ. പക്ഷെ ഇതിൽ ഒരെണ്ണം പോലും ഇല്ല സാർ. ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചിട്ട് എന്ത് കാണിക്കാനാടാ? ആൻസറും പഠിക്കണ്ടേ? അതും പഠിച്ചതാ സാറേ. ബുക്കിലുള്ള ഒക്കെ ഇമ്പോർട്ടന്റ് ആയിരുന്നടാ. ഇത്തവണെങ്കിലും പാസ്സല്ലേ നിന്റെ കാര്യം തീർന്നട്ടാ. അടുത്ത മാസം സിലബസ് മാറും. എന്തെങ്കിലും ചെയ്യും. ഡാ ഒരു പേപ്പർ കാടാ, ഒന്ന് എഴുതാട്ടാ. എന്റെ ചേട്ടാ ഞാനും ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ എഴുതുന്നത്. ഓടാ, നീ വരും കേട്ടോ. ഹലോ, സീനിയർ സിറ്റിസൺ, ഇത് നോക്കി എഴുതിക്കോ. ഞാൻ പെൺപിള്ളേരുടെ പേപ്പർ നോക്കി എഴുതാറില്ല. അയ്യോ, ഇതിനൊന്നും ഒരു കുറവുമില്ല. പേപ്പർ നോക്കുന്നവർക്ക് ഇതൊന്നും അറിയില്ല. കുഴപ്പമില്ല, എടുത്തോ. വേണ്ട വേണ്ട. നീ ഓവർ ആക്ഷൻ ഇട്ട് നശിപ്പിക്കണ്ട. ഈ വർഷം മിസ്സായ ലൈഫ് ലോങ് പാസ്സാവില്ല. കുഴപ്പമില്ല, എടുത്തോ. ആരോടും പറയില്ലല്ലോ അല്ലേ? ഏയ്, സന്ധ്യ എന്ന് പറഞ്ഞ സീക്രട്ട്, സീക്രട്ട് എന്ന് പറഞ്ഞ സന്ധ്യ. എടുത്തോ. താങ്ക്സ്. ആ, അനു അനു എന്റെ എടുക്കണം പെങ്ങളെ. നീ ചെല്ലി. കട്ടപ്പ എടാ 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 അങ്ങോട്ട് നോക്കി, അവിടെ കണ്ട. സോറി സോറി, ഇക്കാര്യം ആരോടും പറയില്ലേട്ടോ. ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിട്ടും നീ മൈൻഡ് ചെയ്യാതെ പോയില്ലേ? ഒരു താങ്ക്സ് എങ്കിലും പറഞ്ഞുകൂടായിരുന്നു. ഓ, അത് മറന്നുപോയടാ. താങ്ക്സ്. ഏയ്, ആർക്ക് വേണം നിന്റെ ഈ താങ്ക്സ്? പ്ലീസ്, നിന്റെ കയ്യല്ലേ, നീ എന്ത് പറഞ്ഞാലും ചെയ്യാം പോരെ. ശരി ശരി, എനിക്ക് ബോർ അടിക്കുന്ന വരെയും റോസ് വെച്ച് താങ്ക്സ് പറയും. ഓക്കെ ഓക്കെ, ബൈ. ഓയ്, പറയാൻ. താങ്ക്സ്. ഓക്കെ അല്ലേ? ഇപ്പൊ നീ പഠിച്ചോണ്ടിരിക്കുന്ന ഡിഗ്രി ഞാൻ തന്ന ഭിക്ഷയാണ്. താങ്ക്സ്. അങ്ങനെ ചിരിച്ചോണ്ട് പറയണം. ഓക്കെ? ശരി, പറയാം. അവന് ഡൗട്ട് വന്നു. നീ പുസ്തകം വായിച്ച എന്താളിയോ പുറത്തു പോയിട്ട് നല്ല എൻജോയ്മെന്റ് ആയിരുന്നല്ലോ. അല്ല, ഇവിടെ ഉള്ളവന്മാരൊക്കെ എന്ത് ചെയ്യും? നമ്മളെ പിള്ളേരല്ലേ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. എന്നാടാ ഇത് പിടിക്ക്. ഭാഗ്യത്തിന് എന്റെ പേരാ കിട്ടിയത്. ആഹാ, കൺഗ്രാറ്റ്സ് അളിയാ. എൻജോയ്ഡാ, എൻജോയ്. എന്തിന്? ബിരിയാണി നിനക്കും ബില്ല് എനിക്കുക. ഇന്ന് പോടാ. ഇവനെന്താ പറ്റിയത്? ഇവന്റെ പേരല്ലേ കിട്ടിയത്? എന്താണെന്തോ. അമ്മ അമ്മ, ചേട്ടൻ എങ്ങനെയുണ്ടായേ? അതൊക്കെ ദൈവം തന്നതാ മോനെ. അപ്പൊ ഞാനോ? നിന്നെ ആ ദൈവം തന്നെ. എല്ലാം കൊടുത്ത ദൈവമാണെങ്കിലേ ശങ്കർ എന്നാ ഡമ്മി പീസാ? പിള്ളേരുടെ മുമ്പിൽ എന്തൊക്കെയാ പറയുന്നേ? വാടാ. നമ്മള് വെറുതെ എന്തിനാ സമയം കളയുന്നത്? അച്ഛന്റെ അമ്മി പീസാണോ അമ്മേ? നോ. ഓക്കെ. ഇവിടെ ഒന്നെ. താങ്ക്സ്. ഇപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡിഗ്രി താനിക്കാണ് ഭിക്ഷയാണ്. വേറെ എന്തിനാണെന്ന് വിചാരിച്ചേ? ഇത് പറയാനാണോ ഇത്രയും ദൂരം വന്നേ? ക്ലാസ്സിൽ നിന്ന് തന്നെ പറയായിരുന്നില്ലേ? ക്ലാസ്സിൽ വെച്ച് പറഞ്ഞാലേ എന്റെ ഇമേജ് അങ്ങ് പോകത്തില്ലേ, അതുകൊണ്ടല്ലേ ഇവിടെ കൊണ്ടു നിർത്തിയിട്ട് പറയുന്നത്. ഇറ്റ്സ് ഓക്കെ. താങ്ക് യു. ഇന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡിഗ്രി താനിക്കാണ് ഭിക്ഷയാണ്. എല്ലാ ദിവസവും വന്ന് ഇങ്ങനെ സംസാരിക്കുന്നതാണ്. പക്ഷെ എന്താ പറയണെന്ന് അറിയാൻ പാടില്ല. നീ ഞാൻ പറഞ്ഞിട്ട് വിശ്വസിച്ചില്ലോ.